ഈ ജൂതനാടാ ജൂതൻ എന്നൊക്കെ പറയുന്ന പോലെ ആണ് ഇസ്രയേലിൻ്റെ ചില പ്രവർത്തികൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ജൂതരാഷ്ട്രം നിലനിൽക്കുന്നത് കൊണ്ട് ഒരു ഇസ്ലാമിക രാജ്യം, അതും അയലത്ത് കിടക്കുന്ന ഇസ്ലാമിക രാജ്യം ആണവശേഷി ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇറാനെതിരെയുള്ള ഇസ്രയേലിൻ്റെ എക്കാലത്തെയും വെല്ലുവിളി ഇതുതന്നെ. അമേരിക്കയ്ക്കും ഇതേ നയമാണ്. പക്ഷേ നിങ്ങളുണ്ടാക്കരുത്, ഞങ്ങളുണ്ടാക്കും എന്നാണ് അമേരിക്കയും ഇസ്രയേലും പറയുന്നതെന്ന് ഇറാന് പരാതിയുമുണ്ട്. ഇസ്രയേലിന് ആണവശേഷി ഉണ്ടോ? ഉണ്ട്. ഇസ്രയേലിന് അണുബോംബ് കയ്യിലുണ്ട്. പക്ഷേ ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഈ രഹസ്യം സൂക്ഷിക്കാൻ അറിയാവുന്നത് കൊണ്ട് അതിൻ്റെ ഭരണാധികാരികളും മുമ്പ് ഈ ചാര സംഘടനകളിലൊക്കെ മൊസാദിലൊക്കെ ഉള്ളവരായതുകൊണ്ട് അവർ പറയുന്നില്ല എന്നേ ഉള്ളൂ. അവർ അണുവിസ്ഫോടനം നടത്തിയത് പോലും രഹസ്യമായിരുന്നു. നടത്തിയാണ് കടലിലൊക്കെ, ദക്ഷിണാഫ്രിക്കയുമായിട്ട് കടലിലൊക്കെ ചെയ്തതാണ്. എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. അതെ. അപ്പോൾ മറ്റേ അവ്നർ കോഹൻ ഇതിനെപ്പറ്റി ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ഇസ്രയേൽ ആൻഡ് ദ ബോംബ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുമുണ്ട്. ഒരു ദിവസം അമേരിക്കയുടെ 1979 സെപ്റ്റംബർ 22 അമേരിക്കയുടെ നിരീക്ഷണ ഉപഗ്രഹം വേല 6911 ഈ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ 2 മിന്നലുകൾ കണ്ടു. 2 ഫ്ലാഷ് ഇങ്ങനെ തീകത്തി വരുന്നത്. അത് ഈ നിരീക്ഷണ കമ്പ്യൂട്ടറുകളിലൊക്കെ ഈവൻറ്റ് 747 എന്നാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗണിൽ നിന്ന് 2200 കിലോമീറ്റർ അകലെ പ്രൈം എഡ്വേർഡ് ദ്വീപിലായിരുന്നു ഈ ആണവ വിസ്ഫോടനം നടന്നതെന്ന്. അത് അസഷൻ ഐലൻഡിലെ ഹൈഡ്രോകോസ്റ്റിക് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം ഇത് സ്ഥിരീകരിച്ചു, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഇത് ആര് ചെയ്തു എന്നുള്ളത് ആണല്ലോ ചോദ്യം. ഇതിന് കുറച്ച് തെളിവുകൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ ആടുകളുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് ഈ തെളിവ് കിട്ടി. വികിരണത്തിൻ്റെ റേഡിയോ ആക്റ്റീവ് കണ്ടത് കിട്ടി. ഇന്ത്യ സമുദ്രത്തിൽ കൂടി കിഴക്കോട്ട് പോയ വികിരണ കാറ്റിൽ നിന്നാണത്, പ്ലൂം എന്ന് പറയുന്നത്, ആ പുക ഇങ്ങനെ വരുന്നത്, അതിൽ നിന്നാണ് ഈ ആടുകൾക്ക് ഇത് കിട്ടിയത് എന്നുള്ളതും മനസ്സിലായി ആ കാലത്ത്. അപ്പോൾ ഇസ്രയേലിൻ്റെ ഈ ആണവ സ്ഫോടനം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലെ സമാധാനം പോകും എന്ന് അമേരിക്കയ്ക്ക് തോന്നി. അതുകൊണ്ട് ഇത് പുറത്ത് പറയണ്ടെന്ന് തീരുമാനിച്ചു. ജിമ്മി കാർട്ടറാണ് പ്രസിഡന്റ്. ജിമ്മി കാർട്ടർ ശാസ്ത്രജ്ഞന്മാരുടെ സംഘത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പറയാവുന്ന, അത് വേറെ ചില കാരണങ്ങൾ കൊണ്ടുണ്ടായ 2 ഫ്ലാഷുകളാണെന്ന് പറയാവുന്ന ഒരു 10 കാരണം ഒരു പട്ടിക ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു. പുറത്ത് നമുക്ക് പറയാവുന്നത് അതിതായിരുന്നു, മറ്റേതായിരുന്നു, UFO എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയാം എന്നുള്ള രീതിയിൽ 2 ഇങ്ങനെ ഫ്ലാഷുകൾ വന്നതിൻ്റെ. പക്ഷേ കാർട്ടർ ഈ സ്വയം വഞ്ചിക്കാൻ പറ്റില്ലല്ലോ മനുഷ്യർക്ക്. അതുകൊണ്ട് കാർട്ടറിൻ്റെ പ്രൈവറ്റ് ഡയറിയിൽ സത്യം എഴുതി വെച്ചു. അതിതാണ്, ഇസ്രയേൽ ആണവ സ്ഫോടനം നടത്തിയെന്ന് ശാസ്ത്രജ്ഞർ വിചാരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയുടെ തെക്കേ അറ്റത്ത് കടലിലാണ് നടത്തിയത് എന്ന് അദ്ദേഹത്തിൻ്റെ ഡയറി അദ്ദേഹത്തിൻ്റെ മരണശേഷം നോക്കിയപ്പോൾ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ട്രംപ് ഇറാനുമായിട്ട് ചർച്ച നടത്താൻ പോവുകയാണല്ലോ. പക്ഷേ ഇറാൻ ഇന്നലത്തെ റിപ്പോർട്ട് അനുസരിച്ചിട്ടും അതിന് വഴങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല, ട്രംപ് പറയുകയും ചെയ്തു, ഇത് മിലിറ്ററിയാണ് വേണ്ടതെങ്കിൽ മിലിറ്ററി റെഡിയാണ്. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇറാനെ ആക്രമിക്കാനുള്ള ആദ്യത്തെ അവകാശം ഇസ്രയേലായിരിക്കും ആ യുദ്ധം നയിക്കുക. അത് കഴിഞ്ഞ ദിവസം നെതന്യാഹുവിനെ വിളിച്ച് ചർച്ച നടത്തിയ ശേഷം ഈ ഇറാൻ്റെ കാര്യങ്ങൾ ചർച്ച നടത്തിയതായിട്ടൊക്കെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒമാനാണ് മധ്യസ്ഥം വഹിക്കാൻ പോകുന്നത് എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഇവരുടെ ചർച്ചയിൽ ഒമാൻ്റെ വിദേശമന്ത്രി ബദർ അൽ സുബൈദി ആയിരിക്കും മധ്യസ്ഥനെന്നും പറയുന്നുണ്ട്. പക്ഷേ ആ ചർച്ചകളിൽ ഇസ്രയേലിൻ്റെ സാന്നിധ്യം ഉണ്ടാവുമോ, അതും ഇപ്പോൾ ഒരു ചോദ്യമായിട്ട് വരുന്നുണ്ട്. ഇസ്രയേൽ ഇല്ലാതെ അങ്ങനൊരു ചർച്ച എങ്ങനെ നടക്കും? ഇറാനും അമേരിക്കയും ഉണ്ട്, ഈ ഒമാൻ്റെ പക്ഷേ ഇത് നീണ്ടുപോകാൻ സമ്മതിക്കത്തില്ലെന്ന് ട്രംപിൻ്റെ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ട്രംപ് പറഞ്ഞു എത്രയും പെട്ടെന്ന് വേണം, കാരണം അവർ അതിവേഗം
ഒരു ആണവശേഷിയുള്ള രാജ്യമായി, ആണവായുധമുള്ള രാജ്യമായി മാറാനുള്ള യാത്ര അതിവേഗം നടത്തുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉടൻ ഇതിലിടപെട്ടേ തീരുമാനം ഉണ്ടായേ പറ്റുള്ളൂ, കാത്തിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഈ സന്നാഹങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഡിഗോ ഗാർഷ്യയിൽ ബോംബറുകൾ വന്നു, അടുത്ത വിമാനവാഹിനിയും കൂടി സഞ്ചരിച്ചെത്തുന്നു. കുറച്ചും കൂടി ദിവസങ്ങൾ കാക്കുമായിരിക്കും. ഈ മറ്റേ ആണവ നിലയങ്ങൾ ഫർദോയും നദാനും ആക്രമിക്കാൻ പോവുകയാണെന്ന് പോലും റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറാന് അത്യാവശ്യം അറിയാമെന്നാണ് കാണുന്നത്, ഇസ്രയേലിൻ്റെ കയ്യിൽ അണുബോംബ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അത് അല്ല, അതിപ്പോൾ ലോകത്ത് ഇത് ഈ ഞാൻ സാറ് പറഞ്ഞു വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ല, ദക്ഷിണാഫ്രിക്കയിൽ ദക്ഷിണാഫ്രിക്കയുടെ സഹായത്തോടെയും അറിവോടും കൂടിയാണ്. ഇതൊക്കെ നമ്മൾ അത്യാവശ്യം വായിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ധാരണയാണ് ഇസ്രയേലിന് എത്ര ബോംബുകളാണ്, 100-നടുത്ത് ആണവ ബോംബുകളുണ്ട് എന്നൊക്കെയുള്ള ലേഖനങ്ങളൊക്കെ ഓൺലൈനിലും ഡിഫൻസ് സൈറ്റുകളിലൊക്കെ കാണാം. അതെ. അപ്പോൾ സ്റ്റീവ് വിറ്റ്കോഫ്, ഈ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി, കഴിഞ്ഞ മാസം ഇറാന് മറ്റേ ഖമനേയ്ക്ക് കത്ത് കൊടുത്തല്ലോ, ട്രംപിൻ്റെ കത്ത്. അപ്പോൾ അന്ന് തന്നെ ഈ പറഞ്ഞ സന്നാഹങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 2015 ഒബാമ, ഇറാൻ, ജർമ്മനി, പിന്നെ രക്ഷാസമിതിയിലെ 5 സ്ഥിര അംഗങ്ങൾ, അതായത് അമേരിക്ക, റഷ്യ, ചൈന, UK, ഫ്രാൻസ്, ഇതൊക്കെ വെച്ചിട്ട് ഈ ചർച്ചയ്ക്ക് ഉദ്ദേശിച്ചിരുന്നതാണ് 2015. പക്ഷെ പിന്നീട് ട്രംപ് വന്നപ്പോൾ ആ ആണവ ഉടമ്പടിയിൽ നിന്ന് തന്നെ, ഇറാൻ്റെ ആണവ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിക്കളഞ്ഞു. അത് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേലിന് ഭീഷണിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ട്രംപ് പിന്മാറിയത്. കഴിഞ്ഞ കൊല്ലം ഇസ്രയേലിൻ്റെ ഒരു TV ഡോക്യുമെൻ്ററി വന്നു കഴിഞ്ഞ കൊല്ലം. അതിൽ ഇസ്രയേലിൻ്റെ ഈ ആണവ ബോംബ് പദ്ധതിയെ പറ്റിയിട്ടുള്ള ഡോക്യുമെൻ്ററിയാണ്. ദ ആറ്റം ആൻഡ് മീ എന്നാണ് ഡോക്യുമെൻ്ററിയുടെ പേര്. അതിൽ ഇസ്രയേലിൻ്റെ പഴയ ശാസ്ത്രജ്ഞന്മാർക്കിടയിലെ ചാരസംഘടനയുടെ മേധാവി ബെഞ്ചമിൻ ബ്ലൂംബർഗുമായിട്ടൊരു അഭിമുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലൂംബർഗ് ആ അഭിമുഖം കൊടുക്കുമ്പോൾ ബ്ലൂംബർഗ് മരിച്ച ശേഷമേ ഈ ഡോക്യുമെൻ്ററി പുറത്ത് കാണിക്കാവൂ എന്ന് പറഞ്ഞിരുന്നു. കാരണം അന്നത്തെ ഈ സ്ഫോടനത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആ ഏജൻസിയുടെ പേര് ലഖാം എന്നാണ്, ഈ ശാസ്ത്രജ്ഞന്മാരുടെ ചാരസംഘടന. മൊസാദിനെ അറിയിക്കാതെയാണ് ആണവ സ്ഫോടനം നടത്തിയതെന്ന് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2018 റെക്കോർഡ് ചെയ്ത അഭിമുഖമാണത്. അദ്ദേഹം ഇപ്പോൾ മരിച്ചു പോയതുകൊണ്ടാണ് കഴിഞ്ഞ കൊല്ലം ഡോക്യുമെൻ്ററി കാണിച്ചത്. അപ്പോൾ അത് ഇപ്പോൾ മറ്റേ അവനറിൻ്റെ ബുക്കിലും പറയുന്നുണ്ട്. 1960 നഹാൽ സൊറേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് റിയാക്ടർ വന്നത് ഇസ്രയേലിൽ. ഫ്രാൻസാണ് സഹായിച്ചത് ഈ ആണവ കാര്യങ്ങളിലൊക്കെ. 1950കളുടെ മധ്യത്തിലൊക്കെ അതിൻ്റെ പണി തുടങ്ങി. അന്ന് ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രി ഗോയ് മൊള്ളറ്റ് പറഞ്ഞു, ഐ ഓവ് ദം ദ ബോംബ് എന്ന് പറഞ്ഞു. എനിക്ക് അവർക്ക് ബോംബ് കൊടുക്കേണ്ട കാര്യമുണ്ട് എന്ന് ഫ്രഞ്ച് പ്രധാനമന്ത്രി പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പഴയ സൂയസ് കനാൽ യുദ്ധത്തിലേക്ക് ഇസ്രയേലിന് അനാവശ്യമായിട്ട് ഈ വൻശക്തികൾ വലിച്ചിട്ടതാണ് ഫ്രാൻസ് ഉൾപ്പെടെ എന്ന് പറഞ്ഞ സംഘടന പ്രായശ്ചിത്തമായിട്ട് ഐ ഓവ് ദം ദ ബോംബ് എന്ന് പറഞ്ഞു. 1956 ആ യുദ്ധം. ഇസ്രയേലിന് അമേരിക്ക, സോവിയറ്റ് യൂണിയൻ ഒക്കെ, ഇസ്രയേലിന് ആ സമയത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കേണ്ടി വന്നു ഈ സൂയസ് കനാൽ പ്രശ്നം കാരണം. ഈജിപ്തുമായിട്ടുള്ള യുദ്ധം, അത് കഴിഞ്ഞ് പിന്നെ സൂയസ് കനാൽ അവർക്ക് വിട്ടുകൊടുത്ത് പോയല്ലോ, ബ്രിട്ടൻ പോയി. അതെ. ഏതായാലും ഇസ്രായേലിൻ്റെ പക്കൽ ആണവായുധം ഉണ്ട് എന്നുള്ളത് രഹസ്യമൊന്നുമല്ല. ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ കയ്യിൽ ഉണ്ടാവാൻ പോകുന്നതേയുള്ളൂ. ഏതായാലും യുദ്ധം ഉണ്ടാകുമോ? ഉണ്ടായാൽ ഒരുപക്ഷെ ഇറാൻ്റെ പക്കൽ ഇതിനകം തന്നെ ആണവായുധം ഉണ്ടെങ്കിൽ, ആണവായുധ ശേഷി അവർ സമാഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറാൻ പ്രയോഗിക്കുമോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് ലോകത്ത് ആണവായുധങ്ങൾ ഒരു രാജ്യവും പ്രയോഗിക്കാൻ പോകുന്നില്ല. കാരണം അത് സർവനാശമാണ്. അതുകൊണ്ട് ലോകത്ത് ഒരിക്കലും ഒരു ആണവ യുദ്ധം ഇനി ഉണ്ടാവില്ല എന്നൊരു തിയറിയുണ്ട്. സാർ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്ത്യയെ സംബന്ധിച്ചിട്ടാണെങ്കിലും നമ്മളത് ആദ്യം ഉപയോഗിക്കില്ല. ഇങ്ങനെ അല്ല, അത് മോദി വന്നതിന് ശേഷം നമ്മൾ മാറ്റി. വേണ്ടി ആവശ്യം വന്നാൽ ആദ്യം ഉപയോഗിക്കാനും മടിക്കില്ല എന്ന് നമ്മൾ നയം മാറ്റിയിട്ടുണ്ട്. അതെ, നമ്മളെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ സമാധാനത്തിലുള്ള
ആണവായുധം എന്നാണ് നമ്മൾ പക്ഷെ പറയുന്നത്. പാകിസ്ഥാൻ ആണെങ്കിൽ ഫസ്റ്റ് യൂസ് കൺട്രി എന്നാണ് പാകിസ്ഥാൻ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഇസ്ലാമിക രാജ്യങ്ങളെ സംബന്ധിച്ചിട്ട് ഇത് വിശ്വസിക്കാൻ കൊള്ളില്ല. അവരെന്ത് ചെയ്യുമെന്നുള്ളത് ഒരു ധാരണയില്ല. അതാണ് ഇസ്രയേൽ. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. അതുകൊണ്ടാണ് ഇസ്രയേൽ നമ്മുടെ അയലത്ത് പാകിസ്ഥാൻ ഈ മറ്റേ ആണവ കഹൂട്ടായില്ല കൗട്ടയിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ തകർത്ത് തരാമെന്ന് ഇന്ദിരാഗാന്ധിയോട് അന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ദിരാഗാന്ധി അനുവദിച്ചില്ല, അല്ലെങ്കിൽ പാകിസ്ഥാനും ഈ പദ്ധതി കിട്ടുകയില്ലായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ സിറിയയിൽ ഇറാൻ തുടങ്ങുമ്പോഴും അതൊക്കെ തകർത്തതാണ് ഇസ്രയേൽ. ഒരു ഇസ്ലാമിക രാജ്യത്തിന് ഈ ആണവ ബോംബ് ഉണ്ടാകരുത്, അത് ലോകത്ത് എവിടെ ആണെങ്കിലും എന്ന് വിചാരിക്കുന്ന രാജ്യമാണ് ഇസ്രയേൽ. അമേരിക്കയും. ഏതായാലും വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ട്രംപിൻ്റെ ഭാഷ ഓരോ ദിവസവും പരുഷമായി വരികയാണ്. കാരണം ഉടൻ തീരുമാനം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ട്രംപിനെ പോലെ ഒരു 7 ദിവസമോ 10 ദിവസമൊക്കെ ചിലപ്പോൾ ഡെഡ് ലൈൻ കൊടുക്കാനും മതി. നിങ്ങൾ ഒരു ടേബിളിന് മുമ്പിൽ ചർച്ചയ്ക്ക് വരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൈനിക നടപടി എടുക്കാനുള്ള എല്ലാ സന്നാഹവും ഒരുക്കി കഴിഞ്ഞു. ഡിഗോ ഗാർഷിയയിലും അല്ലേ, എല്ലാം റെഡിയാണ്. ഇനി ഒരു ഓർഡർ മാത്രം മതി. ഇസ്രയേലിനെ കൂടെ റെഡിയാക്കി നിർത്തി. ഇസ്രയേലാണ് നയിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേലൊക്കെ റെഡിയാണ്. അത്യാവശ്യം മറ്റേ പുതിയ ഡോമുകളൊക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഒരാഴ്ചയ്ക്കകം പോലും ഇസ്രയേലിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകും. ഒരാഴ്ചക്കകം ഉണ്ടാകാന്നുള്ള മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നലെയും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ട്രംപിനൊരു വലിയ ക്ഷീണമുണ്ട്. ട്രംപ് നിലവിലുണ്ടായിരുന്ന നയമൊക്കെ മാറ്റിയിട്ടൊരു കത്തെഴുതി ഖമനയ്ക്ക്. കത്ത് അയാൾ കയറി ചവച്ചോട്ടെ കളഞ്ഞു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നയതന്ത്ര വഴിയും കൂടി നോക്കി പിന്നീട് മാരകമായി അടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ ഈഗോയും കളഞ്ഞിട്ടൊരു കത്തയച്ചു. ആ കത്ത് പോലും അയാൾ പുച്ഛിച്ചു എന്ന് പറഞ്ഞ് അടി മാരകമാക്കാനുള്ള സൂത്രമായിരിക്കാം. അതായിരിക്കും.